ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, നേരത്തെ സച്ചിദാനന്ദ നമുക്കറിയാം ശിവഗിരിയുടെ വേദിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ഷർട്ട് ധരിക്കലുമായി ബന്ധപ്പെട്ട വിഷയം അത് എത്രത്തോളം സമൂഹം ചർച്ച ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചൂരിദാറിന് മുകളിൽ മുണ്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഒപ്പം ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നുള്ള നിലപാടും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്താകും ഇത്തരം മാറ്റങ്ങൾ ഹിന്ദു സമൂഹത്തിൽ വരണമെന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്? അല്ല, അദ്ദേഹം എന്താണ് ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ. കാലോചിതമായ മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ട് സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ചു വരുന്നവർക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. കാരണം ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായ കാലത്ത് സാമൂര്യപ്പാടിന്റെ കാലത്തും പിന്നീടും കേരള പിറവിയുടെ സമയത്തും സമീപകാലം വരെയും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ചുരിദാർ ധരിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ ഒന്നുകിൽ പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ സാരിയാണ് ധരിച്ചിരുന്നത്. അപ്പൊ അതാണ് അവർക്ക് ശീലമുണ്ടായിരുന്നത്. പിന്നീട് ചുരിദാർ ധരിക്കണം എന്ന അഭിപ്രായം വന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പ് തന്നെ മറ്റെല്ലാ ക്ഷേത്രത്തിലും സ്ത്രീകൾ ചുരിദാർ കമ്മീസ് ധരിച്ച് വരാൻ തുടങ്ങിയിരുന്നല്ലോ. ചോറ്റാനിക്കര ക്ഷേത്രത്തിലോ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലോ മറ്റൊരു ക്ഷേത്രത്തിൽ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. യാതൊരു ക്ഷേത്രത്തിലും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കാലോചിതമായ മാറ്റങ്ങൾ ആരോടും ചോദിക്കാതെ തന്നെ സ്ത്രീകൾ അങ്ങോട്ട് നടപ്പാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിന് മാത്രമാണ് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ആളുകൾക്ക് ചില യാഥാസ്ഥികന്മാർക്ക് ഉണ്ടായത്. അത് തന്നെയും പിന്നീട് പരിഹരിച്ചു. ഇന്നിപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾ ചുരിദാർ കമ്മീസ് ധരിച്ച് പ്രവേശിക്കുന്നുണ്ട്. പത്മനാഭസ്വാമിക്ക് പ്രത്യേകിച്ച് ആ ഒരു എതിർപ്പ് ഉണ്ടാകാൻ സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. അപ്പൊ സച്ചിദാനന്ദ സ്വാമികളും പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാലോചിതമായ മാറ്റം എല്ലായിടത്തും വരണം. ശബരിമല സ്ത്രീ പ്രവേശത്തിന്റെ കാര്യത്തിലും സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നത് ധർമ്മശാസ്ത്രത്തിന് പ്രത്യേകിച്ച് എതിർപ്പുള്ള കാര്യമാകാൻ സാധ്യതയില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം ഈ ഒരു ചെറിയ കാലയളവിൽ വളരെയധികം ആളുകൾ ഒരുമിച്ച് അവിടെ എത്തുന്നു. അത് ക്രമസമാധാന പരിപാലനത്തിനടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ശബരിമലയ്ക്ക് പോകുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ആ കാര്യത്തിൽ സ്വാമി ഒരു ഉറപ്പ് തരാമെങ്കിൽ ഞാൻ അതിന് 100% അനുകൂലം. ഞാൻ പണ്ടേ സ്ത്രീ പ്രവേശത്തിന് അനുകൂലമാണ്. നവോത്ഥാനം നടപ്പാൻ തന്നെയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുക. ഈ സമീപ ദിവസം തന്നെ സാങ്കേതികമായിട്ട് 10 വയസ്സ് കഴിഞ്ഞുപോയി എന്ന കാരണത്താൽ ശബരിമലയ്ക്ക് പോകാൻ തടസ്സം വന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ കേരള ഹൈക്കോടതിയിൽ വിട്ടുകൊടുത്താണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളൊക്കെ തലനാരിഴ കീറി പരിശോധിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും 10 വയസ്സ് കഴിഞ്ഞു പോയി എന്ന ഒറ്റ കാരണത്താൽ 10 വയസ്സ് കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു കാരണവശാലും അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിധി കിട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സച്ചിദാനന്ദ സ്വാമികൾ ഈ ബഹുമാനപ്പെട്ട ജഡ്ജി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് ജോലി എളുപ്പമുണ്ട്. ജഡ്ജി ഇദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ശിവഗിരിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ സ്വാമികളിങ്ങനെ ശിവഗിരിയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അരുളപ്പെടുന്നതിന് പകരമായിട്ട് നാട്ടിൽ ഇറങ്ങിടുന്ന ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പിന്നെ ആളുകൾ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളതിലും അദ്ദേഹത്തിന് ആക്ഷേപമുണ്ട്. അത് പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. സ്വാമികൾ തന്നെ ഒരു ഷർട്ട് ഇട്ടിട്ട് ആ ഒരു മാതൃക കാണിച്ചാൽ നന്നായിരിക്കും. ഈ നാരായണഗുരു മുതൽക്ക് പ്രകാശാനന്ദ സ്വാമികൾ വരെയുള്ള ആളുകൾ ആരും ഷർട്ട് ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം അന്ന് ഷർട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ സച്ചിദാനന്ദ സ്വാമികൾ ഒരു ഷർട്ട് ഇട്ട് അത് ഷർട്ടും ജീൻസൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ ഇനി ഭാവിയിൽ സ്വാമിമാർക്ക് തന്നെ സന്യാസിമാർക്ക് തന്നെ ഒരു മാതൃകയായിട്ട് മാറും. എന്തുകൊണ്ട് സ്വാമിമാർക്ക് ഷർട്ട് ഇട്ടുക എന്ന ചോദ്യമില്ലേ? അപ്പൊ ഞാൻ സ്വാമികളോട് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട സ്വാമികളെ അങ്ങ് ഒരു ഷർട്ട് ഇട്ടൊരു മാതൃക കാണിക്കും. അങ്ങനെയാണെങ്കിൽ അത് സമൂഹത്തിന് മൊത്തത്തിലൊരു മാതൃകയായിരിക്കും. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഇതാണ് ക്ഷേത്രാചാരങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കെതിരെ അവിടെ ചുരിദാർ മാത്രം ധരിച്ച് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ സാധിക്കില്ല. ഒപ്പം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ അഭിപ്രായ പ്രകടനം സ്വാമി സച്ചിദാനന്ദന്റെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെയൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം, ഇത്തരം ആചാരങ്ങളൊക്കെ മാറ്റിവെക്കണം, ഇത്തരം ചടങ്ങുകളൊക്കെ മാറ്റിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഹിന്ദു ഐക്യവേദിയും ഏതാണ്ട് അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരു സമീപനമാണ് കണ്ടത്. ശ്രീ ആർ വി ബാബുവിനെ പോലുള്ള ആളുകൾ പറയുന്നത് അത് തീരുമാനിക്കേണ്ടത് പക്ഷേ അതാത് ക്ഷേത്ര കമ്മിറ്റികളും അവിടുത്തെ താന്ത്രിക ആചാര്യന്മാരും മറ്റുമാണ്. അതാണ് സംസ്ഥാനത്ത് പൊതുവെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു അഭിപ്രായ ഐക്യം. ഇവിടെ പറയുന്നത് മാറ്റങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ആര് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ കൂടിയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ പരിഷ്കരണം വേണം, അതെല്ലാവരും യോജിച്ചുകൊണ്ടുള്ള പരിഷ്കരണമായിരിക്കണം എന്നുള്ള പൊതുധാരണയിലേക്ക് ഏതാണ്ട് പൊതുവെ അത്തരം അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ സ്വാമി സച്ചിദാനന്ദയുടെ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാണ്.